സർ വളരെ താങ്ക് യു. കാരണം എനിക്ക് ക്രിപ്റ്റോ കറൻസിനെ കുറിച്ച് എനിക്കല്ല ഈ സമൂഹത്തിന് തന്നെ ധാരണയാവുന്ന രീതിയിൽ സാർ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു. ജനോപകാരപ്രദമായിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ ഞാനിത് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി ഏകദേശം ജനങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി പറഞ്ഞ സമയത്ത് തന്നെ ധാരാളം കോയിനുകൾ ക്രിപ്റ്റോ കറൻസി രൂപത്തിൽ തന്നെ പല കറൻസി കോയിനുകൾ ഉണ്ട് ഇപ്പോൾ നാട്ടിൽ. ഇപ്പോൾ 1500-ൽ പരം കോയിൻസ് രാജ്യത്ത് ലോക രാജ്യങ്ങളിലെല്ലാം തന്നെ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ കോയിനുകളെ സംബന്ധിച്ച് മറ്റു കോയിനുകളുടെ ആധികാരികതയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ കോയിനെ എത്രമാത്രം വിനിമയ യോഗ്യമാണ്, അല്ലെങ്കിൽ ഇതിനെ ലിസ്റ്റഡ് കോയിൻ, ലിസ്റ്റഡ് അല്ലാത്ത കോയിൻ എന്ന രീതിയിൽ വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ലിസ്റ്റഡ് കോയിൻ, ആ ലിസ്റ്റഡ് അല്ലാത്ത കോയിൻ എന്താണ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതിനെക്കുറിച്ച് സാറിന് ഒരു നല്ലൊരു സൂചന ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അല്ല, ഞാൻ പറയട്ടെ, നമ്മളിപ്പോൾ സംസാരിക്കുന്ന വാക്കുകൾ ഒരിക്കലും അതിൻ്റെ അൾട്ടിമേറ്റ് അല്ല. കാരണം അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം പ്രഭു സാറാണെങ്കിൽ. കാരണം ഇൻഫർമേഷൻസ് ഓരോ കാലഘട്ടത്തിലും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ കാലത്തും നമ്മൾ അപ്ഡേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഓരോ 1ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടീൻ്റെ മുമ്പിൽ നമ്മൾ പറയുന്നത് എന്തായിരുന്നു പറയുന്നത്? സൂര്യനെ അല്ല, കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. ഇതൊക്കെ ഇപ്പോഴും നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ശരിക്കും ഇപ്പോൾ ഒരു ഉദയവും അസ്തമയവും ഇല്ല എന്നുള്ളത് ഇന്നത്തെ തലമുറക്ക് അറിയാം, അല്ലേ? അപ്പൊ ആദ്യകാലത്ത് ടീച്ചർ പഠിപ്പിച്ച തെറ്റായിരുന്നു എന്ന് പറയുന്നതിന് അർത്ഥമൊന്നുമില്ല. കാരണം അന്ന് അത്രയും മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരുന്നു. കാലഘട്ടത്തിനനുസരിച്ചാണ് അറിവുകൾ അങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് അങ്ങനെ കരുതിയാൽ മതി. ഇതൊരിക്കലും ഫൈനൽ വേർഡായിട്ട് സാർ കരുതണ്ട. ജസ്റ്റ് ഞാൻ ഒന്ന് മനസ്സിലാക്കി തരാം. സാർ, ഒരു കോയിൻ എന്ന് പറയുന്ന സാധനം അത് ലിസ്റ്റഡ് ആണോ ലിസ്റ്റഡ് അല്ലാത്തതാണോ എന്ന ചോദ്യത്തിന് ഇച്ചിരി കൂടെ നമുക്ക് ലളിതവൽക്കരിച്ച് പറയാം. ഇത് നിയമപരമായിട്ടുള്ളതാണോ, അല്ലേ? അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. ഇപ്പൊ അങ്ങനെ ഒരു അല്ലാത്തതാണോ, അങ്ങനെ ഒരു ഡൗട്ടാണ് അല്പവും കൂടെ നമുക്ക്. ഞാൻ പറഞ്ഞ കാരണം, എനിക്ക് എൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്ന പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്നത്, അതായത് ഞാനൊരു ഇന്ത്യൻ സിറ്റിസണാണ്, സാറും അതെ. കാരണം നിയമത്തെ വിശ്വസിക്കുകയും നിയമപരമായി ജീവിക്കുകയും ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന ഓരോ ട്രാൻസാക്ഷൻസും അത് ലീഗലായിരിക്കണം. തീർച്ചയായും ലീഗലായിരിക്കണം. അങ്ങനെ ലീഗലായിട്ട് എനിക്ക് വാങ്ങാനും ലീഗലായിട്ട് തന്നെ എനിക്ക് വിൽക്കാനും പറ്റുന്ന അവസരമുണ്ടോ? അതാണ് എൻ്റെ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അങ്ങനെയുള്ള കോയിനുകൾ നമ്മൾ തരംതിരിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ലിസ്റ്റഡ് അല്ലാത്ത കുറേ കോയിൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, 2009 സതോഷി നകാമോട്ടോ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഈ ക്രിപ്റ്റോ കറൻസിയെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അത് ലോകത്തിലേക്ക് കൊടുത്തപ്പോൾ ഇതിന് നമ്മളുടെ ഭാഷയിൽ അറൗണ്ട് 4 rupees ആയിരുന്നു ഒരു കോയിന്റെ റേറ്റ് ആയിട്ട് അന്ന് ഉണ്ടായിരുന്നു. അറൗണ്ട് 4 rupees. അത് തന്നെ 4 rupees ആണ് വലിയൊരു ഉണ്ടായിരുന്നു നമുക്ക് കരുതാം, അല്ലേ? ഓക്കെ, അന്ന് ആ കോയിനോട് ഉണ്ടായിരുന്നത് ഈ കോയിൻ സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതിന്റെ വാല്യൂ മനസ്സിലാക്കി, ഇതിന്റെ പോസിബിലിറ്റി മനസ്സിലാക്കി, ഇതിന്റെ സെക്യൂരിറ്റി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എന്ത് കാര്യത്തിനും ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്ന ഒരു സമൂഹം നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. കാരണം അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ നമ്മളതിനെ പ്രോത്സാഹിക്കും. ഞാൻ പറഞ്ഞു, നമ്മളുടെ ഈ ടോക്കിനകത്ത് ഒരു വ്യക്തിനെയോ ഒരു ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയെയോ അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ വായിൽ നിന്നൊരു കുറ്റം പറയാൻ എനിക്ക് താല്പര്യമില്ല. ഒരു നെഗറ്റീവ് എൻ്റെ ഭാഗത്ത് ഉണ്ടാവുന്നത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾ തന്നെ എന്നെ കറക്റ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം ഞാൻ പറഞ്ഞു വരുന്നത്, സാർ, ഏകദേശം ഒരു 5-6 വർഷത്തിന് മുമ്പ് എൻ്റെ കയ്യിൽ ഇത്തരം കോയിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ വന്നു. സാറിന് അറിയാമല്ലോ, പറഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ ട്രെയിനറായിട്ട് അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് കുറേ ആളുകൾ ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്ത സമയത്ത് എനിക്ക് അവരോട് ചോദിക്കാൻ ഒരു ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ. സാർ, ഇതെനിക്ക് എൻ്റെ ബാങ്കിൽ കിടക്കുന്ന പണം കൊടുത്ത് വാങ്ങാൻ പറ്റുമോ? എന്റെ ജനുവിനാണ് ചോദ്യമായിരുന്നു. കാരണം അത്തരം കുറേ എങ്ങനെ ജനങ്ങൾ കബളിപ്പിക്കപ്പെടുന്ന സിസ്റ്റം നമ്മുടെ നാട്ടിൽ ആ സമയത്ത് കുറെ വളർന്നു വന്നിരുന്നു. അതുകൊണ്ടൊരു ഭയം കൊണ്ടാണ് ഞങ്ങൾ പണം ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ എൻ്റെ ആൻസർ നോ എന്നായിരുന്നു. 2, എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഇത് വിറ്റ് എനിക്ക് പണമാക്കി മാറ്റാൻ പറ്റുമോ? ഇതായിരുന്നു എൻ്റെ ചോദ്യം. ആ സമയത്ത് നോ സർ, അത് പറ്റില്ല എന്നായിരുന്നു എനിക്ക് കിട്ടിയത്. അങ്ങനെയുള്ള ഏത് സാധനത്തെയും സാറിന് ഇല്ലീഗൽ എന്ന് വിളിക്കാം. തീർച്ചയായിട്ടും അത് സത്യമാണല്ലോ, അല്ലേ? ഞാൻ പറഞ്ഞു, എനിക്ക് എന്റെ കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റണം. ഞാൻ വാങ്ങുന്നത് പബ്ലിക് ആയിരിക്കും.
ഞാൻ വാങ്ങുന്നത് ചില കന്നുകാലി കച്ചവടക്കാർ കയ്യിൽ തോർത്തിട്ട് തോർത്തിനകത്ത് വെച്ച് കച്ചവടം ഉറപ്പിക്കുന്നത് പോലെ വാങ്ങിക്കൊണ്ട് പോകുന്നത് എന്താണെങ്കിലും അതെ, അങ്ങനെയുള്ള കച്ചവടത്തെ എന്താണ്ടൊക്കെയോ മറച്ചു വെക്കേണ്ടതുള്ളത് കൊണ്ട് അങ്ങനെയുള്ള കച്ചവടത്തെ എനിക്ക് താല്പര്യമില്ല. അങ്ങനെയാണ് ഞാൻ അതിനെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ലിസ്റ്റഡ് കോയിൻസ് എന്ന് പറഞ്ഞാൽ സാറിന്റെ ബാങ്കിൽ കിടക്കുന്ന പണം കൊടുത്ത് സാർ ഏത് രാജ്യത്തിലാണോ ജീവിക്കുന്നത് ആ രാജ്യത്തിലെ ഗവൺമെന്റിന് അർഹമായ ടാക്സ് കൊടുക്കേണ്ട നിലവാരത്തിൽ, അതാണ് ഞാൻ പറഞ്ഞ ബാങ്ക് ട്രാൻസാക്ഷൻ മുഖാന്തരം സാറിന് വാങ്ങാൻ പറ്റുന്നതും സാറിന് എപ്പോൾ വേണ്ട എന്ന് തോന്നിയാലും അപ്പോൾ തന്നെ വിറ്റ് കഴിയുമ്പോൾ സാറിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണമായിട്ട് വരുന്നതുമാണ് ലിസ്റ്റഡ് കോയിൻസ്. അങ്ങനെ അല്ലാത്ത നിരവധി കോയിനുകളുണ്ട്. ആ കോയിനുകളെ കുറിച്ച് ഞാൻ ഒരു ചെറിയൊരു കഥ പറഞ്ഞ് നിർത്താം. ഒരു കഥ നല്ലതായിരിക്കും അല്ലേ സർ? ഇവിടെ സാർ എന്നോട് ചോദിച്ചു, ഏകദേശം 1500-ലധികം ലിസ്റ്റഡ് കോയിൻസ് ഇന്ന് ലോകത്തിലുണ്ട്. ഇത് മനസ്സിലാക്കാൻ സാറിനൊരു കാര്യം ചെയ്യാം. നേരെ സാറിനും എൻ്റെ കയ്യിൽ മൊബൈലുണ്ട്. ഈ മൊബൈലിൽ പോയിട്ട് coinmarketcap.com എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. coinmarketcap.com. ഈ വെബ്സൈറ്റിൽ സാർ കയറി നോക്കിയാൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് വെബ്സൈറ്റാണത്. ഇതല്ലേ ഈ വെബ്സൈറ്റിൽ സാർ നോക്കുമ്പോൾ ഇതിനകത്ത് താണ്ട് കോയിൻസ് ഇങ്ങനെ കിടക്കുകയാണ്. ഞാനിപ്പോൾ ഓൾ കോയിനാണ് അടിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം എത്ര കോയിൻ ഇപ്പം അറ്റ് പ്രസന്റ് എത്ര കോയിൻ ഉണ്ട് നമുക്ക് നോക്കാം. ഇഷ്ടംപോലെ കോയിൻസ് ഉണ്ട്. സാർ ഇന്നത്തെ കാൽക്കുലേഷൻ വെച്ചാൽ 1517 കോയിൻസ് ഇത് ലിസ്റ്റഡ് കോയിൻസ് ആണ്. ഈ ലിസ്റ്റഡ് കോയിൻസ് സാറിന് പണം കൊടുത്ത് വാങ്ങാം, സാറിന് വേണ്ട എങ്കിൽ അപ്പോൾ സാറിന് വിൽക്കാം. ഇതാണ് ലിസ്റ്റഡ് ഇൻവെസ്റ്റ്മെന്റ് ഓർ സെക്യൂർ ഇൻവെസ്റ്റ്മെന്റിന്റെ പാർട്ടിൽ പെടുത്താൻ പറ്റുന്നത്. ഈ ലിസ്റ്റഡ് അല്ലാത്ത കോയിൻസ് 1500-ഓളം കോയിനുകൾ ഞാൻ ലിസ്റ്റഡ് ആയതിനെ കുറിച്ച് കാണിച്ചു തന്നു. ഇനി ലിസ്റ്റഡ് അല്ലാത്തതും ഏകദേശം ഇതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകുമല്ലോ. ഞാനിവിടെ സാറിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഒരു കൊടയാണ്, ജസ്റ്റ് ഒരു കൊട ഞാൻ സാറിന്റെ അടുത്ത് കൊണ്ടുവരികയാണ്. കൊട കൊണ്ടുവന്നിട്ട് കുറേ അധികം കൊടകൾ ഞാൻ കൊണ്ടുവന്നിട്ട്, സാർ ഇത് കമ്പി ഇല്ലാത്ത കൊട, ഇത് ശീലയില്ലാത്ത കൊട, ഇത് കുതിരയില്ലാത്ത കൊട, ഇത് കാലില്ലാത്ത കൊട, ഇത് മഴ നനയുന്ന കൊട, ചിലത് അങ്ങനെ ഈ ഓരോ കൊടയുടെയും കംപ്ലൈന്റ് കാണിക്കാൻ വേണ്ടി കംപ്ലൈന്റ് ഉള്ള കുറെ കൊടകൾ കൊണ്ട് കാണിക്കുന്നതിനേക്കാൾ നല്ലത് കംപ്ലൈന്റ് ഇല്ലാത്ത നല്ലൊരു കൊട കൊണ്ട് കാണിച്ചിട്ട് സാർ ഇതാണ് കൊട എന്ന് പറയുന്നതല്ലേ നല്ലത്? തീർച്ചയായിട്ടും അല്ലേ? അതുകൊണ്ട് തന്നെ ലിസ്റ്റഡ് അല്ലാത്ത കോയിൻസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ലിസ്റ്റഡ് ആയിട്ടുള്ള കോയിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നു. ഇനി ലിസ്റ്റഡ് അല്ലാത്തൊരു കോയിൻ, അത് എനിക്ക് എൻ്റെ കമ്മിറ്റ്മെന്റ് അനുസരിച്ച്, എൻ്റെ വിശ്വാസം അനുസരിച്ച്, എൻ്റെ വാക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കുറേ അധികം വ്യക്തികളോട് എനിക്കൊരു ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ട് ലിസ്റ്റഡ് അല്ലാത്ത കോയിൻസിനെ കുറിച്ച് എന്നോട് സംശയം ചോദിക്കേണ്ട. കാരണം അത് ഞാൻ ലിസ്റ്റഡ് ആയിട്ടുള്ള കോയിൻസിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആവശ്യമായ ഇൻഫർമേഷൻ തരാൻ എനിക്ക് പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോ കോയിനുകളെ സംബന്ധിച്ച് പറയുമ്പോൾ ആദ്യം കേൾക്കുന്ന അല്ലെങ്കിൽ മറ്റ് 1500 കോയിൻ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരും സംസാരിക്കുന്ന ഒരു കോയിനാണ് ബിറ്റ് കോയിൻ. ബിറ്റ് കോയിനിലാണ് എല്ലാ കോയിൻ കമ്പനിക്കാരും സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ പേരിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ബിറ്റ് കോയിൻ എന്നുള്ള പേരിലുള്ള കോയിനും മറ്റ് കമ്പനികളുടെ കോയിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് തമ്മിലുള്ള ഒരു ചേഞ്ചസ് പറയാമോ? അത് ഒരു ഗഹനമായ സബ്ജക്റ്റ് ആണത്. അത്ര ഡീപ്പായിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷനും ആയിരിക്കില്ല. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. സർ, ഞാൻ പറഞ്ഞു ആദ്യമേ തന്നെ ലിസ്റ്റഡ് കോയിൻസ്, ലിസ്റ്റഡ് അല്ലാത്ത കോയിൻസ്. അതിൽ ലിസ്റ്റഡ് കോയിൻസിന്റെ ഈ ലിസ്റ്റ് സാർ എടുക്കുമ്പോൾ അതിൽ ഒന്നാമത് കാണിക്കുന്ന ബിറ്റ് കോയിൻ. അതിന്റെ പ്രത്യേകത എന്താണ്? സതോഷി നകാമോട്ടോ എന്ന് വിളിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തി, അതായത് ഒരു വ്യക്തിയായിട്ട് കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് കൂട്ടമായി കാണാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരു വ്യക്തിയായിട്ട് കാണാൻ ഇഷ്ടപ്പെടുന്നു. കാരണം എന്തും ഒരു തലയിൽ നിന്നായിരിക്കും പുറത്തേക്ക്, ഒരു കൂട്ടം തലയിൽ നിന്ന് ഒന്നായിരിക്കില്ല. ഒരു ആശയം ഒരു കൂട്ടം തലയിൽ കൂടെ ചിലപ്പോ വിപുലീകരിക്കപ്പെട്ടേക്കാം. പക്ഷെ ആശയം മുളയ്ക്കുന്നത് ഏതോ ഒരു തലയിലായിരിക്കാം. ആ തലയെ ഞാൻ സതോഷി നകാമോട്ടോ എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടുന്നു. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്, സർ, 2009 ലോകത്തിൽ ആദ്യമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഈ ഡിജിറ്റൽ കറൻസി, അതിന്റെ പേരായിരുന്നു ബിറ്റ് കോയിൻ. ഇതിനെ കണ്ടിട്ടാണ്, ഇതിന്റെ ഗ്രോത്ത് കണ്ടിട്ടാണ്
ജനങ്ങളിലേക്ക് എത്തുന്ന അതിന്റെ റീച്ച് കണ്ടിട്ടാണ് മറ്റു പല കോയിനുകളും ഉടലെടുത്തത്. ഇന്ന് ഏകദേശം 1500-ലധികം കോയിനുകൾ ഉണ്ടെങ്കിൽ ഒരു മാസം മുമ്പ് ഏകദേശം 1300 കോയിനുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 200 കോയിനുകൾ കഴിഞ്ഞു. ഇനി സാറ് നാളെ എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ 5-6 കോയിനുകൾ പുതുതായിട്ട് ഉത്പാദിപ്പിക്കപ്പെട്ടേക്കാം. അങ്ങനെ ഓരോ ദിവസവും ഇന്നിപ്പോൾ റീസെന്റ് എനിക്കൊരു മെസ്സേജ് കിട്ടുന്നുണ്ട്, പെട്രോ കോയിൻ എന്ന് പറഞ്ഞുകൊണ്ട് പെട്രോളിയം പ്രൊഡക്റ്റ് ഓയിൽ ഇൻഡസ്ട്രിയെ ബേസ് ചെയ്തിട്ട് ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് തന്നെ ഒരു പുതിയ കോയിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു എന്നൊരു മെസ്സേജ് വന്നു. അംഗീകാരമാണ്. അല്ല, ഇതൊരു ഓതറൈസേഷൻ ആണോ അല്ലയോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെ ആവരുത്, ഇതൊരു ചർച്ചയായിട്ട് മാത്രമേ. അപ്പൊ അങ്ങനെ പുതിയ പുതിയ കോയിനുകൾ ഓരോ ദിവസവും ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിനകത്ത് എല്ലാത്തിനും ഒരു കാര്യം, ഇഫ് ഇറ്റ് ഇസ് ലിസ്റ്റഡ് കോയിൻ, ഈ കോയിനുകൾ ഒന്നും സാറിന് പണം കൊടുത്തു വാങ്ങാൻ കഴിയില്ല. ഒന്നാമത്തെ പോയിന്റ്. എന്റെ വാക്കിന് ഞാൻ തിരുത്തുകയല്ല, അല്പം കൂടെ എടുത്തു പറഞ്ഞു തരികയാണ്. സാറിന് ലോകത്തിൽ സാറിന് ഏത് കൺട്രിയിലാണെങ്കിലും സാറിന് ആ കൺട്രിയുടെ കറൻസി ഉപയോഗിച്ച് സാറിന് ബിറ്റ് കോയിൻ പർച്ചേസ് ചെയ്യാം. ഈ ബിറ്റ് കോയിൻ കൊടുത്തിട്ടാണ് സാറ് ഈ കാണുന്ന മറ്റെല്ലാ കോയിനുകളും പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ആവശ്യം ബിറ്റ് കോയിൻ ആണ്. അതാവണമെന്നില്ല. കാരണം ശരിക്കും ഇതിന്റെ ഒരു ട്രാൻസാക്ഷൻ മീഡിയം എന്ന് പറയുന്നത് ബിറ്റ് കോയിൻ ആണ്. ഇപ്പൊ ഞാൻ പറയാം, ഉദാഹരണം പറഞ്ഞു, നമ്മുടെ നാട്ടില് ഒരു അസറ്റ് തന്നെയല്ലേ ലാൻഡ്, അസറ്റ് അല്ലേ ഗോൾഡ്, അസറ്റ് തന്നെയല്ലേ നമ്മളുടെ പല പ്രൊഡക്റ്റുകളും അസറ്റ് തന്നെയാണ് അല്ലേ. ഇതിനെല്ലാം ഇപ്പൊ ഈ മൊബൈലിനൊരു വാല്യൂ ഉണ്ട്, അസറ്റാണ്. ഇപ്പോ സാറിന്റെ കയ്യിൽ വാച്ചിനൊരു വാല്യൂ ഉണ്ട്, ഇതും അസറ്റാണ്. പക്ഷെ ഇതിൽ ഏത് വാങ്ങണമെങ്കിലും സാർ എന്ത് കൊടുക്കണം? ഇന്ത്യൻ റുപ്പീസ് കൊടുക്കണം. ഇന്ത്യൻ റുപ്പീസ് കൊടുത്തേ സാറിന് വാങ്ങാൻ പറ്റുള്ളൂ. വാച്ച് കൊടുത്തിട്ട് മൊബൈൽ വാങ്ങാൻ പറ്റുമോ? പോസിബിൾ അല്ല. ഇനി സാർ ഇത് വിറ്റാൽ സാറിന് വാച്ച് കിട്ടുമോ? അതല്ല സാറിന് കിട്ടുക. ഇത് വിറ്റ് കഴിഞ്ഞാൽ സാറിന് പിന്നെ കിട്ടാൻ പോകുന്നത് ഇന്ത്യൻ റുപ്പീസ് ആണ്. ജസ്റ്റ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതേ സിസ്റ്റം തന്നെയാണ് ക്രിപ്റ്റോ കറൻസി ഇൻഡസ്ട്രിയുടെ എൻട്രി കോയിൻ, എൻട്രി ഗേറ്റ്, മദർ കോയിൻ, മെയിൻ കോയിൻ എല്ലാം ബിറ്റ് കോയിൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഏത് വ്യക്തികളും, ഇപ്പൊ ഞാൻ ഒരു നല്ല ഒരു പേരുള്ള ഒരു കോയിനാണ്, നല്ലതെന്ന് ഞാൻ പറഞ്ഞില്ല, പേരുള്ള ഒരു കോയിനാണ് റിപ്പിൾ കോയിൻ, എത്തീരിയം എന്ന് പറഞ്ഞ കോയിൻ, ബിറ്റ് കോയിൻ ക്യാഷ് അല്ല, അങ്ങനെ പലതും നമ്മൾ ഒന്നിനെ നമ്മൾ ഒരു കോയിൻ പ്രൊമോട്ട് ചെയ്യുവാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞത് ഐ എം ആൻ ഇൻഫോമർ. എന്നെ സംബന്ധിച്ച് ഞാൻ ഇൻഡസ്ട്രിയെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലാതെ ഇന്ന കോയിൻ വാങ്ങിക്കോ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അത് എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ എന്റെ ഇൻഫർമേഷൻ പറഞ്ഞു തന്നു എന്ന് മാത്രം കരുതിയാൽ മതി. ഓക്കെ. ഇപ്പൊ അത് എന്താണ് കഞ്ചാവ് എന്ന് ചോദിച്ചാൽ കഞ്ചാവ് എന്നതാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ബാധ്യത നമുക്കുണ്ട്. പക്ഷെ കഞ്ചാവ് വാങ്ങിക്കോളാൻ പറയാൻ പാടില്ല. അതേ അർത്ഥത്തിൽ എന്റെ ടോക്കിനെ കരുതാവുള്ളൂ. അവിടെ ഈ പറഞ്ഞ ഏത് കോയിനും വാങ്ങണമെങ്കിൽ സാറിന് ബിറ്റ്കോയിൻ ഉപയോഗിച്ച് ഫസ്റ്റ് യൂസ് യുവർ മണി ടു പർച്ചേസ് ബിറ്റ്കോയിൻ, then use this bitcoin to purchase other coin. Clear? ഇനി അടുത്തത്, സാറിന് ആ കോയിനുകൾ ഏതെങ്കിലും വിൽക്കണമെങ്കിൽ, ഇതാണ് ട്രാൻസാക്ഷൻ. വിറ്റ് കഴിയുമ്പോൾ സാറിന് കയ്യിലേക്ക് കിട്ടുന്ന ഇന്ത്യൻ റുപ്പീസ് അല്ല കിട്ടുന്നത്, അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ബിറ്റ് കോയിൻ ആണ് കിട്ടുന്നത്. ഈ ബിറ്റ് കോയിൻ സാറ് വിറ്റ് കഴിയുമ്പോഴാണ് സാറിന്റെ രാജ്യത്തിന്റെ കറൻസി ആയിട്ട് സാറിന് മാറ്റാൻ പറ്റുന്നത്. ഇതാണ് ബിറ്റ് കോയിന്റെ പ്രാധാന്യം. അതുകൊണ്ട് ഏത് കോയിൻ സംസാരിക്കുന്ന വ്യക്തിയും ഫസ്റ്റ് സംസാരിക്കുന്ന പേര് ബിറ്റ് കോയിൻ എന്നായിരിക്കും. ക്ലിയർ ആയിരുന്നു? നമ്മളിപ്പോ സംസാരിച്ചു വന്ന ക്രിപ്റ്റോ കറൻസി, ഡിജിറ്റൽ കറൻസി എന്നതിനെ കുറിച്ചൊക്കെ തന്നെയാണ്. ഇതിനിടയിൽ വ്യാപകമായിട്ട് കേട്ടുവരുന്ന ഒരു സംഭവമാണ് മൈനിങ് എന്ന് പറയാറുണ്ട്. അപ്പൊ സാധാരണഗതിയിൽ മൈനിങ് എന്നുള്ളത് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് സ്വർണം ഖനനം ചെയ്തെടുക്കുന്നു, കൽക്കരി ഖനനം ചെയ്തെടുക്കുന്നു, പെട്രോളിയം കുഴിച്ചെടുക്കുന്നുണ്ട് കടലിന്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ ഇത് ഒരു കുഴിച്ചെടുക്കലിന്റെ ഭാഗമാണോ? അപ്പൊ ഈ കുഴിച്ചെടുക്കൽ, അതായത് ഈ ക്രിപ്റ്റോ കറൻസി, ഡിജിറ്റൽ കറൻസി എവിടെ നിന്നാണ് മൈനിങ് ചെയ്തെടുക്കുന്നത്? ഇത് നിലവിലുള്ള ഇതേ സാഹചര്യത്തിലുള്ള മൈനിങ് തന്നെയാണോ ഇതിലും പുലർത്തിപ്പോരുന്നത് എന്നുള്ളൊരു സംശയമുണ്ട്. അതൊന്ന് നിവാരണം ചെയ്തു തരാമോ? തീർച്ചയായിട്ടും അതൊരു വലിയൊരു ചോദ്യമാണ്. കാരണം ഞാനും ആദ്യമേ കേട്ടത് മൈനിങ് എന്ന് പറഞ്ഞപ്പോൾ ഇത് ഒരു പ്രത്യേക സ്ഥലത്തുനിന്ന് കുഴിച്ചെടുക്കുന്ന ഒരു സാധനമാണ്, അങ്ങനെയാണ് നമ്മളെല്ലാം കേട്ടത്. ഓക്കെ, അങ്ങനെ ഒരു ഫീൽ എന്റെ മനസ്സിലുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു, ഞാനിപ്പോ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തിലും തന്നെ ഇൻഡസ്ട്രിയുടെ ക്ലാസ് എടുക്കാറുണ്ട്. ഇൻഡസ്ട്രിയിൽ പല സ്ഥലത്തും ഇതിന്റെ ട്രെയിനിങ് എടുക്കാറുണ്ട്. പല ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ള സജഷൻസ് കൊടുക്കാറുണ്ട്. ആ സമയത്ത് ഞാൻ മെയിൻലി കേട്ടുവരുന്നൊരു വാക്കാണ് മൈനിങ്. ഇത് സാധാരണ നമ്മൾ കണ്ട് പഠിച്ചു വെച്ചിരിക്കുന്ന മൈനിങ് അല്ല ഇത്. ഇപ്പൊ നമ്മള് മൈനിങ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ മൈനിങ് എന്നുകൊണ്ട് എന്താണ്
നമ്മൾ ഉദ്ദേശിക്കുന്നത്? മൈനിങ് എന്ന് പറയുമ്പോൾ ഇപ്പൊ പണം ഇന്ത്യൻ കറൻസി നിർമ്മിക്കലാണ്, ഇന്ത്യൻ കറൻസി അച്ചടിച്ചെടുക്കുന്നതാണ്. പക്ഷെ മൈനിങ് എന്ന് പറയുന്ന വാക്ക് ഖനനം ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിന്റെ, അല്ലെ? ഉത്ഖനനം ചെയ്യുക. മറ്റു പലതിലും കൂടെ ചുറ്റിക്കെട്ടിക്കിടക്കുന്ന കുറെ സാധനത്തിൽ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കി ആവശ്യമുള്ളതിനെ മാത്രം എടുത്ത് അത് ശുദ്ധീകരിച്ച് പെർഫെക്റ്റ് ഒരു പ്രൊഡക്റ്റ് ആക്കി മാറ്റിയെടുക്കുന്ന ആ സിസ്റ്റത്തെ മൊത്തം വിളിക്കുന്നവരാണ് മൈനിങ്, അല്ലെ? അത് കൽക്കരിയിലുണ്ട്, പെട്രോളിലുണ്ട്, ഗോൾഡിലുണ്ട്, പിന്നെ പലതിലുണ്ട്. ഇത് ഞാൻ പറഞ്ഞു, ആദ്യമേ തന്നെ പറഞ്ഞു, സതോഷി നകാമോട്ടോ എന്ന് പറയുന്നത് ഈ ലോകം ഈ ഇൻഡസ്ട്രി ബഹുമാനിക്കേണ്ട തലച്ചോറാണ്. അതെ, തീർച്ചയായിട്ടും. ഒരു കാലഘട്ടം മുഴുവൻ അദ്ദേഹം ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ഈ ഇൻഡസ്ട്രിയിൽ ഇതിനാവശ്യമായ കോയിൻസിന്റെ മൊത്തം അൽഗോരിതം, അതിന്റെ മുഴുവൻ ക്രിപ്റ്റോഗ്രാഫിക് ലാംഗ്വേജ്, അത് മുഴുവൻ ഓൾറെഡി ജനറേറ്റ് ചെയ്തിട്ട് ഇത് ക്രിപ്റ്റോഗ്രാഫിക് ലാംഗ്വേജ് ആയി തന്നെ കുപ്പിയിൽ നിന്ന് അഴിച്ചു വിട്ട ഭൂതത്തെ പോലെ ലോകത്തിന് വിട്ടുകൊടുത്തിരിക്കും, ഇന്റർനെറ്റിലേക്ക്. ദാറ്റ് മീൻസ് ഇത് ഉണ്ടാക്കിയ സമയത്ത് തന്നെ എത്ര ബിറ്റ്കോയിൻ ഇനി ലോകത്തിന് കിട്ടാൻ പോകുന്നുണ്ട് എന്നുള്ളതിന്റെ അവസാനത്തെ നമ്പർ വരെ നിർണയിക്കപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം ഇത് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ഇവിടെ പുറത്ത് കിടക്കുന്ന കുപ്പിയിൽ നിന്ന് പോയ ഭൂതം, ഇപ്പൊ നമുക്കറിയാം, ഒരു കൂട്ടിലിരിക്കുന്ന ഉറുമ്പിനെ നമുക്ക് മൊത്തത്തിൽ കൊല്ലാൻ എളുപ്പമാണ്. പക്ഷെ ആ കൂടൊന്ന് തുറന്നു പോയാലോ പിടിച്ചെടുക്കൽ അത് ഇങ്ങനെ പറന്നു പോയിക്കൊണ്ടിരിക്കും. ദാറ്റ് മീൻസ് ഒരു ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഒരു സാധനം എയറിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതങ്ങ് പോയതാണ്. ഇങ്ങനെ പല സ്ഥലത്ത് ചിതറിക്കിടക്കുന്ന ഈ ഇൻഫർമേഷൻസിനെ കളക്ട് ചെയ്ത് ഒരു കോയിനാക്കി മാറ്റിയെടുക്കുന്ന കമ്പ്യൂട്ടർ പ്രോസസ്സിങ്ങിനെ വിളിക്കുന്ന പേരാണ് മൈനിങ്. ഇതൊരു വലിയ ഇതാണ്. ഇനിയിപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ എത്ര പേർക്ക് മനസ്സിലാകുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞുതരാം. സാറ് മൊബൈൽ ഫോണിൽ ഏതെങ്കിലും ഗെയിം കളിക്കാറുണ്ടോ? അല്ലെ, ഞാനിപ്പോ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഗെയിമാണ് വേർഡ് ഗെയിം. എന്റെ മോൾക്ക് ഞാൻ കളിക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം അവൾ ആ ഗെയിം ഇട്ട് ഓരോ വേർഡ്സ് ഇങ്ങനെ കണ്ടെത്തി പോകുമ്പോൾ ആ വേർഡ്സിനോട് ഒരു അല്പം നോളജ് കൂടുമല്ലോ. ഇതിൽ രസം എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് ടൈം ഇറ്റ്സ് വെരി ഈസി. ഓരോ പോയിന്റുകൾ കഴിഞ്ഞ് ഓരോ ലെവലുകൾ കഴിഞ്ഞ് ഓരോ ലെവൽ കഴിയുന്നോറും ഇത് ടഫായി പോയിക്കൊണ്ടിരിക്കും. ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്താൻ പറ്റാത്ത ലെവലിലേക്ക് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ആദ്യമേ തുടക്ക സമയത്ത് ഇറ്റ് വാസ് ഈസി. മൈനിങ് എന്ന് പറഞ്ഞാൽ ഈസി ആയിരുന്നു. കാരണം ഈ കൂടുതൽ ഉറുമ്പ് കൂടെ തല്ലി പൊടിച്ചാൽ പെട്ടെന്ന് കുറെ ഉറുമ്പിനെ പിടിക്കാൻ എളുപ്പമാണല്ലേ. ഇതേ സിസ്റ്റത്തിൽ തന്നെ ആദ്യത്തെ മൈനിങ് ഈസി ആയിരുന്നു. ദെൻ അതിനുശേഷം അല്പവും കൂടെ ഹാർഡായി അതിന്റെ ലെവല് കൂടിക്കൊണ്ടിരിക്കുക. ഇത് കമ്പ്യൂട്ടറിൽ നിന്ന് ഓരോ ഗെയിമുകൾ, ഓരോ പസിലുകൾ ഇത് കണ്ടെത്തി ജോയിൻ ചെയ്ത് വെച്ച് ഒരു രൂപമാക്കി എടുക്കുന്ന പ്രോസസ്സിംഗ് ആണ് മൈനിങ്. ഇതിന് യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. ഇത് അല്പം കൂടെ ഡീപ്പ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. സാർ എനിക്ക് തോന്നുന്നു ഇതിനുവേണ്ടി സാർ അല്പം കൂടെ കുറേ കൂടെ സമയം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും ഇന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി. എനിക്ക് തോന്നുന്നു അടുത്ത് നമ്മുടെ ട്രെയിനിങ്ങിനെ കുറിച്ച് ഡീപ്പായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത് ഏകദേശം ഇത്രയും മതിയാകുമെന്ന് ഞാൻ കരുതുന്നു. കാരണം എന്താണ് മൈനിങ് എന്നുള്ളത്? ഇതൊരിക്കലും ഒരു കുഴിച്ചെടുക്കലല്ല, ഇതൊരു പസിലാണ്. ഈ പസിൽ നമ്മൾ നമ്മുടെ ബ്രെയിൻ യൂസ് ചെയ്ത് കമ്പ്യൂട്ടറിന്റെ സ്പീഡ് യൂസ് ചെയ്ത് ഇത് കറക്റ്റ് റൂട്ടിൽ കൊണ്ടുപോയി ഒട്ടിച്ച് ചേർത്ത് ഒരു ബ്ലോക്ക് ആക്കി മാറ്റുന്ന പ്രോസസ്സിങ്ങിന്റെ പേരാണ് മൈനിങ്. ഇങ്ങനെയാണ് ഓരോ കോയിനുകളും പുറത്തെടുക്കുന്നത്. ഇനി ഈ ഒരു കോയിൻ മൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അപ്പോൾ തന്നെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ ഇത് ആഡ് ചെയ്യും. ഇതിന്റെ പ്രത്യേകത ബ്ലോക്ക് ചെയിൻ ഒരു വിപുലീകരിക്കും. വളരെ വലിയ സബ്ജക്ട് ആണ്. ഇനി സാർ ഇതൊരു വലിയ സബ്ജക്ട് ആണ്. ഞാൻ അതുകൊണ്ടാണ് അദ്ദേഹത്തെ സാഷ്ടാംഗം പ്രണയിക്കുന്നത്. അതുകൊണ്ടാണ്. കാരണം ഒരു ബിറ്റ് കോയിൻ മൈൻ ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന മൈൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കിട്ടുന്ന ഒരു ലിങ്ക് ഉണ്ട്. അതിന് വിളിക്കുന്ന ഒരു ഹാഷ് കോഡ് എന്നാണ് പറയുന്നത്. ഈ ഹാഷ് കോഡിന്റെ പ്രത്യേകത എന്താണ്? ഇത് ഒരു ബിറ്റ് കോയിൻ ആയിട്ടല്ല മൈൻ ചെയ്യുന്നത്, ഒരു ബ്ലോക്ക് ആയിട്ടാണ് മൈൻ ചെയ്യുന്നത്. ഒരു ബ്ലോക്ക്. ആ ബ്ലോക്ക് തൊട്ടു മുമ്പ് മൈൻ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യപ്പെട്ട ബ്ലോക്കുമായിട്ട് ഇതിനുള്ള ലിങ്ക് ആണ് എന്ത്? ഹാഷ് കോഡ്. ഈ ഹാഷ് കോഡ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബ്ലോക്കും ആ ബ്ലോക്കും കൂടെ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഇനി ഒരിക്കലും ഇതിന്റെ പുറകോട്ട് പോകാനോ എഡിറ്റ് ചെയ്യാനോ കഴിയും. ലിങ്ക് ഇല്ല എങ്കിൽ ബിറ്റ്കോയിൻ ആയി മാറുകയുമില്ല.
സോ ഇതൊരു നല്ല ഡീപ്പായിട്ടുള്ള സബ്ജക്റ്റ് ആണ്. എനിവേ സാറിനെ കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കണമെന്നാണ് എൻ്റെ തീർച്ചയായിട്ടും ഈ ഒരു വിഷയം കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ഇൻട്രസ്റ്റഡ് മാറ്ററാണ്. തീർച്ചയായിട്ടും സതോഷി നാഗമോട്ടോ ഒരു യുവ തലമുറ അല്ലെങ്കിൽ ഒരു ലോകത്തിന്റെ തന്നെ 700ഓളം കോടി ജനങ്ങൾക്ക് അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരു ഗിഫ്റ്റ്, ദൈവം തന്നുള്ള ഗിഫ്റ്റാണ് തന്നെ പറയേണ്ടത്. അൺഫോർച്ചുനേറ്റ്ലി ഇന്നും പലരും ഇത് മനസ്സിലാക്കിയിട്ടും ഇതൊന്നും ഒളിച്ചോടിക്കൊണ്ടിരിക്കുക. ഞാൻ പറയുന്നത് സുഹൃത്തെ, ഇതിനകത്തുള്ള കള്ളനാണയങ്ങളെ നിങ്ങൾ മാറ്റി നിർത്തണം. തീർച്ചയായിട്ടും. പക്ഷെ ഇതിനകത്തുള്ള നന്മ, ലോകത്തിന് കൊടുത്തിരിക്കുന്ന വിളിച്ചു പറഞ്ഞേ പറ്റുള്ളൂ. നമ്മൾ ഇന്ന് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ ഒരു പറ്റം വ്യക്തികളെ, നമ്മുടെ തലമുറയെ തന്നെ പല ഭാഗത്തും നശിപ്പിക്കുന്നതിന് ഭാഗമാക്കായിട്ടുണ്ട് ഇന്റർനെറ്റ്. എങ്കിലും ഇന്റർനെറ്റ് നമുക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന സാഹചര്യം. അതുകൊണ്ട് കള്ളനാണയത്തെ മാറ്റി നിർത്തുക, ഇൻഫർമേഷൻസിന് നെഞ്ചോട് ചേർക്കുക, ലോകത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായിട്ട്. ഞാനത് ഇമോഷണൽ ആയിട്ടാണ് പറയുന്നത്. കാരണം ഇതിനെ അല്പം സീരിയസ് ആയിട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് ഞാൻ സാറിന്റെ സുഹൃത്തുക്കളോടും പറയുക. ഇപ്പോ ക്രിപ്റ്റോ കറൻസിനെ കുറിച്ച് വളരെയേറെ സംശയങ്ങൾ തീർന്നിരിക്കുന്നു. അപ്പോൾ ജനങ്ങൾ ഇത് മനസ്സിലാക്കി വരുന്ന സമയത്ത് ഇന്ത്യയിൽ ക്രിപ്റ്റോ കറൻസി ജനങ്ങൾക്ക് കളക്ട് ചെയ്യണം. ഈ ഒരു സംഭവം എവിടെ നിന്നാണ് ഇന്ത്യയിൽ വാങ്ങിക്കാൻ പറ്റുക? അത് എങ്ങനെയാണ് ഒരു കസ്റ്റമറിന് അത് സൂക്ഷിച്ചു വെക്കാൻ കഴിയുക? അതിനുള്ളൊരു സംവിധാനം ഇന്ന് ഇന്ത്യയിൽ ഉണ്ടോ എന്നതിനെ കുറിച്ച് സാറിനൊന്ന് വിശദമാക്കാൻ കൊള്ളായിരുന്നു. തീർച്ചയായിട്ടും. കാരണം അത് ആവശ്യമായൊരു ചോദ്യമാണ്, ആവശ്യമായത് ജനങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമാണ്. സാറിന് നമുക്കറിയാം, നമ്മളൊരു പണം നമുക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് ഒരു പേഴ്സ് ഉണ്ടായാൽ മതി, പോക്കറ്റ് ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ നമ്മൾ അൽമാരി ഉണ്ടായാൽ മതി, ബാങ്ക് ഉണ്ടായാൽ മതി. അങ്ങനെ നമുക്ക് എവിടെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ക്രിപ്റ്റോ കറൻസി അങ്ങനെ ഒരു സാധനമല്ല. അങ്ങനെ ഒരു സാധനമല്ലാത്തതുകൊണ്ട് നമുക്ക് ഇത് സൂക്ഷിച്ചു വെക്കാൻ അങ്ങനെ കുറെ പരിമിതികളല്ല, അത് ലിമിറ്റേഷൻസ് ഇല്ല ഇതിന്, അങ്ങനെ വേണം പറയാൻ. പക്ഷെ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ, പരിമിതികൾ എന്ന് പറയാം. ഇവിടെ സാർ ഇന്ത്യയിൽ നമ്മളിത് പർച്ചേസ് ചെയ്യുമ്പോൾ, ഇന്ത്യയിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ 4 രൂപയായിരുന്നു ഒരു ബിറ്റ് കോയിൻ. കറൻസിയെ നമുക്ക് ബിറ്റ് കോയിൻ എന്ന് വിളിക്കാം. കാരണം ബിറ്റ് കോയിൻ എന്നാണ് ബാക്കി എല്ലാ കോയിൻസും അവിടെ കിടക്കുന്നത്. ഏത് കോയിൻ ആണെങ്കിലും മദർ കോയിൻ അത് ബിറ്റ് കോയിൻ തന്നെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്നതാണ് ബിറ്റ് കോയിനെ. അപ്പൊ സാറിന് 4 രൂപയായിരുന്നു 2009 ഇതിന്റെ റേറ്റ് എന്നുണ്ടെങ്കിൽ ഇന്ന് ഏകദേശം ഇതിന്റെ വില എന്ന് പറയുന്നത് 8 ലക്ഷം അറേഞ്ച്. ഇടയ്ക്ക് അത് 14 ലക്ഷം രൂപ വരെ വന്നിരുന്നു, 14.5 ലക്ഷം രൂപ വരെ വന്നിരുന്നു. കാരണം അതിന്റെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ ലോകം ഇന്ന് വരെ കണ്ടിട്ടുള്ള ഒരു ഇൻഡസ്ട്രി, ഇവൻ ഗോൾഡിലാവട്ടെ, പെട്രോളിലാവട്ടെ, ബാങ്കിങ് സിസ്റ്റത്തിലാവട്ടെ, ഒന്നിലും ഇത്രയധികം മാർക്കറ്റ് ഗ്രോത്ത് ജനറേറ്റ് ചെയ്തിട്ടുള്ള ചുരുങ്ങിയ കാലയളവിൽ തന്നെ 8 ഇയേഴ്സ് 9 ഇയേഴ്സ് എന്താ ഈ ഒരു 9 വർഷം കൊണ്ട് ഇത്രയധികം, 9 വർഷം ആയിട്ടില്ല അതിനങ്ങനെ പറഞ്ഞത്, ഇത്രയധികം ഗ്രോത്ത് കൈവരിച്ച ഒരു മേഖലയില്ല, ഇത്രമാത്രം മേഖലയില്ല. പക്ഷെ ഇതിനെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് ഇവൻ ഇന്ത്യയിൽ ഒരു ബിറ്റ് കോയിൻ നമുക്ക് വാങ്ങണമെങ്കിൽ അറൗണ്ട് ഒരു 6,16,000 ഇന്നത്തെ റേറ്റ് എത്രയാണെന്ന് തോന്നുന്നു. ആ രൂപ കൊടുത്ത് സാറ് പർച്ചേസ് ചെയ്യണം. ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാറ് ചെയ്യുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ ഒത്തിരി എക്സ്ചേഞ്ചുകളുണ്ട്. ഇപ്പൊ സാറിന് ഡോളർ സാറിന്റെ കയ്യിലുണ്ട് എങ്കിൽ ആ ഡോളർ ഇന്ത്യൻ റുപ്പീസ് ആയിട്ട് മാറ്റാൻ കറൻസി എക്സ്ചേഞ്ച് ചെയ്യണമല്ലോ. അതേ സിസ്റ്റം തന്നെ ലോകത്തിലെ എല്ലാ രാജ്യത്തും ആ രാജ്യത്തിന്റെ കറൻസി ആയിട്ട് ബിറ്റ് കോയിനെ കൺവേർട്ട് ചെയ്യുവാനുള്ള അങ്ങനെ ആവണമല്ലോ. അതിന്റെ എക്സ്ചേഞ്ചുകളുണ്ട്. അങ്ങനെ അല്ലാതെ രാജ്യം അംഗീകരിക്കാതെ ചെയ്യുന്നത് എന്തും ഇല്ലീഗലാണ്. അതിനെ ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്യുന്ന ഏജൻസികൾ എല്ലാ രാജ്യത്തും ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്, ചില രാജ്യങ്ങളിലുണ്ട്. അതിൽ നമ്മൾ ഭാഗ്യമുള്ളവരാണ്. അതിലൊരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ പല ഏജൻസികളുമുണ്ട്. ഇപ്പോൾ എസ്പെഷ്യലി താങ്കൾ കേട്ടിട്ടുണ്ടാവും, യൂണോ കോയിൻ എന്ന് പറയുന്നൊരു ഏജൻസി ഉണ്ട്, അതുപോലെ സെബെ എന്ന് പറയുന്നൊരു ഏജൻസി ഉണ്ട്. അപ്പൊ ഇതൊക്കെ ലീഗലായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏജൻസീസ് ആണ്. ഞാൻ ലീഗൽ എന്ന് പറയുന്ന വാക്ക് പറയുമ്പോൾ ആ ലീഗലിൽ തെറ്റിദ്ധരിക്കരുത്. നിയമപരമായിട്ട് ഇന്ത്യയിൽ എന്തൊക്കെ നടപടികൾ ചെയ്യേണ്ടതുണ്ടോ അതെല്ലാം തന്നെ ഒരു പരിധിവരെ ചെയ്തിട്ട് ഡീൽ ചെയ്യുന്ന സംവിധാനങ്ങൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. സെബെ എന്ന് പറഞ്ഞാൽ പറയാം, സെബെ എന്ന് പറയുന്ന അഹമ്മദാബാദിലുള്ള ഒരു ഏജൻസി ഉണ്ട്. ഇപ്പൊ ഞാൻ സാറിന് കാണിച്ചുതരാം. സാർ നമ്മളെല്ലാവരും ഇന്ന് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതാണ്. അല്ലെ, മൊബൈൽ ഫോണില് ആൻഡ്രോയിഡിനകത്ത് പ്ലേ സ്റ്റോറിൽ പോയിട്ടുണ്ടെങ്കിൽ അതിൽ സെബെ ബിറ്റ് കോയിൻ വാലറ്റ് എന്ന് പറയുന്ന ഒരു അഡ്രസ് ഉണ്ട്. അത് സാറ് ഡൗൺലോഡ് ചെയ്താൽ
ഏകദേശം ഐ ക്യാൻ ഷോ യു. ഇതാണ് സെപ്പെ. സെപ്പെ സാറിന് ഡൗൺലോഡ് ചെയ്യാം. ZEBPAY സെപ്പെ. ഇത് സാറ് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ സാറിനോട് അവർ പല ക്വസ്റ്റ്യൻസ് സാറിനോട് ചോദിക്കും. അതിനകത്ത് അവർ സാറിന് കൊടുക്കേണ്ട ഇൻഫർമേഷൻസ് ഒന്ന്, അതായത് ഞാൻ കോയിൻ മേടിക്കേണ്ടതായിട്ടുള്ള ആള് കോയിൻ മേടിക്കേണ്ട ആള് ചെയ്യേണ്ട, സാറിന് ബാങ്കിൽ അക്കൗണ്ട് കിട്ടണമെങ്കിൽ ആദ്യം ഒരു ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യണം അല്ലേ? അതേ സിസ്റ്റം തന്നെ ഇത്. കാരണം ഇത് കറൻസിയാണ്, പക്ഷെ ഈ കയ്യിൽ കിട്ടുന്ന കറൻസി അല്ലെന്നുള്ളൂ, അതാണ് വ്യത്യാസം. അപ്പൊ സാർക്ക് ചെയ്യാൻ ആദ്യമേ സാറിന്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്തിട്ട് സാറിന്റെ മൊബൈൽ നമ്പർ കൊടുക്കണം. അത് മൊബൈൽ നമ്പർ ഓതറൈസേഷൻ ആണ്. മൊബൈൽ നമ്പർ കൊടുത്തതിനപ്പുറം സാറിന്റെ മെയിൽ ഐ ഡി കൊടുക്കണം. മെയിൽ ഐ ഡി കൊടുത്തതിന് ശേഷം സാറിന്റെ പാൻ കാർഡിന്റെ ഫോട്ടോ സ്കാൻ ചെയ്ത് കൊടുക്കണം. അത് ഒറിജിനൽ അല്ലെങ്കിൽ റിജക്ട് ചെയ്യും. അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. അതിനുശേഷം സാറിന്റെ ബാങ്ക് പാസ്ബുക്കിന്റെ, ഇന്ത്യയിൽ ഏത് ബാങ്കിലാണോ, നാഷണലൈസ്ഡ് ബാങ്കിലാണോ സാറിന് അക്കൗണ്ട് ഉള്ള ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി അല്ലെങ്കിൽ ക്യാൻസൽഡ് ചെക്ക് ലീഫിന്റെ കോപ്പി, ഓൾ ഡീറ്റെയിൽസ്. അത് കഴിഞ്ഞാൽ സാറിന്റെ ആധാർ കാർഡിന്റെ ഫ്രണ്ട് പേജ്, അതിന്റെ ബാക്ക് പേജ്, അതിന്റെ ഡീറ്റെയിൽസ്, ഇത്രയും സാധനം സാർ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം 2 ദിവസം വരെ ഇന്ന് കമ്പനി എടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒറിജിനൽ ആണോ എന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം സാറിനൊരു 34 ഡിജിറ്റോളം വരുന്ന ഒരു വാലറ്റ് അഡ്രസ്സ് കിട്ടും. ഈ വാലറ്റ് അഡ്രസ്സിനെ പറ്റി ഞാൻ കാണിച്ചുതരാം. ഐ ക്യാൻ ഷോ യു. ഇതാണ് എൻ്റെ ഒരു സെബെ അക്കൗണ്ടാണ്. ഇതാണ് എൻ്റെ നമ്പർ, സാറിന് കാണുന്നത് 95591191. ഇതെൻ്റെ വാലറ്റ് അഡ്രസ്സ്. ഇത് എൻ്റെ ഫോൺ നമ്പർ, എൻ്റെ പേര്. ഇത് കൊടുത്തു കഴിയുമ്പോൾ ഇതാണ് നമ്മൾക്ക് കിട്ടുന്ന വാലറ്റ് അഡ്രസ്സ്. ഈ വാലറ്റ് ഇത് സാറിന്റെ കാണുന്നത്, ഇത് QR കോഡ് ഉണ്ട്, നമുക്ക് സ്കാൻ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഈ കാണുന്ന ഡിജിറ്റ് 34 ഡിജിറ്റ് ഉണ്ട്. ഇത് ആൽഫ ന്യൂമറിക് ആണ്, നമ്പർ ഉണ്ട്, ആൽഫ ന്യൂമറിക് കേസ് സെൻസിറ്റീവ് ആണ്. ഇങ്ങനെ കിടക്കുന്ന ഇത് ഈ 34 ഡിജിറ്റ് ഉള്ള ഈ വാലറ്റ് അഡ്രസ് ഉണ്ട്. ഇതാണ് സാറിന്റെ അക്കൗണ്ട്. ഈ വാലറ്റ് അഡ്രസ് സാറിന് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ സാറിന് ബിറ്റ്കോയിൻ വാങ്ങാനോ വിൽക്കാനോ കൈവശം സൂക്ഷിക്കാനോ കഴിയുള്ളൂ. അത് തികച്ചും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ നിയമങ്ങളെല്ലാം അനുസരിച്ചുകൊണ്ട് ആധാറും പാൻ കാർഡും എല്ലാം അക്കൗണ്ടും എല്ലാം ഉള്ള ഒരു ജെന്യൂൻ പേഴ്സണെ മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. ഞാൻ പറഞ്ഞു ആദ്യമേ, ഇത് ഇല്ലാതെ ചെയ്യുന്നവരുണ്ടാവാം. ദാറ്റ് ഐ ഡോണ്ട് നോ. ഞാൻ ആദ്യമേ സാറോട് പറഞ്ഞു അങ്ങനെയുള്ള ഒരു കാര്യം എനിക്കറിയില്ല. അല്ല, അങ്ങനെ ഒരു ആധാർ കാർഡ് ഇല്ലാതെയോ പാൻ കാർഡ് ഇല്ലാതെയോ ഒരാൾക്ക് സെബയിൽ അക്കൗണ്ട് വാങ്ങാൻ കഴിയില്ല. ഞാൻ പറഞ്ഞത് സാറിന് വേണമെങ്കിൽ സാറിന് വിദേശത്തെ രാജ്യത്തിന്റെ അക്കൗണ്ട് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ബിറ്റ്കോയിൻ വാങ്ങി ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. അങ്ങനെ ആവട്ടെ, അങ്ങനെ ആവണം. ഞാൻ പറഞ്ഞു വരുന്നത് സാർ ഇങ്ങനെ ഒരു വാലറ്റ് അഡ്രസ് ജനറേറ്റ് ചെയ്തതിനു ശേഷം ഇത് നിയമപരം എന്ന് പറഞ്ഞൊരു വാക്ക് നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ അധികാരമില്ല. എന്താ കാരണം എന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലെ നിയമം എന്ന് പറയുന്നത് എവിടെയാണ്? ഇന്ത്യൻ ഭരണഘടനയാണ് ഇതിന്റെ ബേസിസ്, ആണല്ലോ. ഇന്ത്യൻ ഭരണഘടനയിൽ അധിഷ്ഠിതമാണ് നിയമം. ഇന്ത്യൻ ഭരണഘടന എഴുതി ഉണ്ടാക്കിയ ഡോക്ടർ BR അംബേദ്കറിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ കൂട്ടാളികൾ ഒരുമിച്ച് ചേർന്ന് എഴുതി ഉണ്ടാക്കിയ കാലത്ത് ബിറ്റ്കോയിൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ലോകത്തിലില്ല. അതില്ലാത്ത ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് ഊഹിച്ചെഴുതാൻ ദിവ്യാത്മാവായിരുന്നു അദ്ദേഹം എന്ന് പറയാൻ പറ്റില്ല. ഞാൻ അങ്ങനെ വിശ്വസിച്ചിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് തന്നെ അതിനകത്ത് വന്നിട്ടില്ല. ഇപ്പൊ നമുക്കല്ലോ സൈബറിലോ ഇപ്പോ ഇന്റർനെറ്റ് ക്രൈം അല്ലെ, ഇന്റർനെറ്റ് ക്രൈം അത് ക്രൈമാണ് എന്ന് ആദ്യമേ തന്നെ ജനങ്ങൾക്ക് അറിയാമായിരുന്നു. പക്ഷെ ഇത് ക്രൈം ആണെന്ന് ഡിഫൈൻ ചെയ്യാനുള്ള ലോ പോയിന്റുകൾ നമ്മുടെ ഭരണഘടനയ്ക്ക് ആഡ് ചെയ്തിട്ട് കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ. അതെ, അത് അമെൻഡ് ചെയ്തതാണ്. അതാണ് അതിന്റെ സൈബർ ലോ ആയിട്ട് മാറിയത്. അതുപോലെ ഇതിനെക്കുറിച്ചും പഠിച്ചിട്ട് ഇതിനകത്തുള്ള തെറ്റ്, ഇതിനകത്തുള്ള ശരി, ഇത് എങ്ങനെ ആയിരിക്കുന്നത്, എങ്ങനെ ആവാൻ പാടില്ല, ഇത് മുഴുവൻ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർക്കേണ്ടതാണ്. അത് ഇപ്പൊ ഈ പാർലമെന്റിൽ അത് ചെയ്യാൻ പറ്റില്ല. കാരണം 3-2 ഭൂരിപക്ഷമുള്ള സമയത്ത് തന്നെ ഇത് ചെയ്യാൻ കഴിയുന്നതാണ്. അങ്ങനെ ചിന്തിക്കട്ടെ. കാരണം നമ്മുടെ നാട്ടില് 3-2 ഭൂരിപക്ഷം എന്ന് പറയുന്ന ജനത്തിനൊരു ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോട്, ഒരു ഭരണ നേതാവിനോടുള്ള ഇഷ്ടമാണ്. ഞാനതല്ല പറയുന്നത്. നല്ലതിനു വേണ്ടി നമ്മുടെ രാജ്യം ഒന്നിച്ചു നിൽക്കും. പക്ഷെ ഇതിനകത്ത് എന്താണ് കാര്യം? 3-2 ഭൂരിപക്ഷം വന്നിട്ടുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷത്തോടുകൂടി ഒറ്റ വാക്കോടെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നതിനെ ഞാൻ എതിർക്കുന്നു. ഞാൻ പറയുന്നത് എന്തിനും ഒരു ക്വസ്റ്റ്യനിങ് ഉണ്ടാവണം. ഇപ്പൊ ബിറ്റ്കോയിനെ കുറിച്ച് ഞാനിപ്പോ താങ്കളോട് നല്ലതാ പറഞ്ഞത്. ഇനി ഇതിനെക്കുറിച്ച് മോശമായ അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിനോട് പറയുമ്പോഴാണ് നമുക്ക് ഇതിനെ കറക്റ്റ് ചെയ്ത് ശരിയായ ഒന്നിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മുടെ പാർലമെന്റിൽ ഇതിന് വിപുലമായ ചർച്ച വരണം. ചർച്ച വന്നിട്ട് ഇതിന്റെ നെഗറ്റീവ്സും പോസിറ്റീവും സംസാരിച്ചതിന് ശേഷം ഒരു സമയം എടുത്തിട്ട് വേണം ഒരു നിയമം രൂപീകരിക്കാൻ. അത് രൂപീകരിച്ചതിന് ശേഷം മാത്രമേ ഇതിന്റെ ലീഗാലിറ്റി,
ഇതിൽ ടാക്സ് എത്ര കൊടുക്കണം, ഇത് ആരൊക്കെ വെക്കണം, ഒരാൾക്ക് എത്ര കൈവശം വെക്കാൻ പറ്റും, ഇതിൽ കിട്ടുന്ന റിട്ടേൺ എത്ര ടാക്സ് കൊടുക്കേണ്ടതുണ്ട്, ഇത് ഗവൺമെന്റ് എങ്ങനെ സ്ക്രൂട്ടനൈസ് ചെയ്യണം, ഇതെല്ലാം അത് ഗവൺമെന്റിന്റെ പണിയാണ്. അതുവരെ ഇതിനെ ലീഗലെന്നോ ഇല്ലീഗലെന്നോ പറയാൻ നമുക്ക് അധികാരമില്ല. പക്ഷെ നമുക്കൊരു കാര്യം പറയാം, ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ കൊടുക്കേണ്ട ടാക്സ് അത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് എൻ്റെ ഇന്നത്തെ ഭരണ സംവിധാനം അനുസരിച്ച് ഞാൻ രൂപ കൊടുത്തൊരു സാധനം വാങ്ങുന്നുണ്ട് എങ്കിൽ അതിന്റെ പാൻ കാർഡ് ഉപയോഗിച്ച്, എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച്, എൻ്റെ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച്, എൻ്റെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച്, എൻ്റെ പേര് ഉപയോഗിച്ച്, എൻ്റെ ആധാർ കാർഡ് ഉപയോഗിച്ച് ഞാൻ ചെയ്യുന്നു. എന്തുകൊണ്ട്? നാളെ എപ്പോഴെങ്കിലും എൻ്റെ ഗവൺമെന്റിന് ഇതിന്മേലൊരു ചോദ്യം ചോദിക്കേണ്ടതുണ്ട് എങ്കിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചാൽ മാത്രം മതി എന്നുള്ള സുതാര്യത നിലനിർത്താൻ വേണ്ടി. ഇതാണ് എൻ്റെ അത്. അങ്ങനെ സെബെ ഉപയോഗിച്ച് സാറിന്റെ അക്കൗണ്ടിൽ പണം ഇട്ടു ബിറ്റ് കോയിൻ വാങ്ങാൻ വേണ്ടി സാറ് ചെയ്യേണ്ടത് ഒരിക്കലും ബിറ്റ് കോയിൻ ഉള്ള ഒരു വ്യക്തിക്ക് കൊണ്ട് 10,000 രൂപ കൊടുത്ത് ബിറ്റ് കോയിൻ വാങ്ങുകയല്ല ചെയ്യേണ്ടത്. അങ്ങനെ വാങ്ങാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ പറ്റുമെങ്കിൽ അത് തെറ്റും. ഗവൺമെന്റ് തന്നെ അല്ല, അങ്ങനെ വാങ്ങാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പറ്റുമെങ്കിൽ അത് തെറ്റാണ്. ഞാൻ പറയുന്നത്, സാറ് ബിറ്റ് കോയിൻ സാറിന് വാങ്ങണമെങ്കിൽ സാർ ആദ്യമേ സെബയിൽ അക്കൗണ്ട് എടുത്തതിന് ശേഷം സാറിന്റെ ബാങ്ക് അക്കൗണ്ടിലാണ് പണം ഇടേണ്ടത്. ബാങ്ക് അക്കൗണ്ട് ത്രൂ ട്രാൻസ്ഫർ. ഇപ്പോൾ ക്രിപ്റ്റോ കറൻസിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാറിന്റെ ഏറ്റവും വിലയേറിയ സമയം ഈ ഇൻഡസ്ട്രിക്ക് വേണ്ടി ഇതിനെ കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി സാർ ഒരുപാട് ആൻസർ ചെയ്തു. ഞാൻ ഇതിന്റെ അവസാനമായിട്ടുള്ള ഒരു ചോദ്യത്തിലേക്ക് കിടക്കാം. ഈ ഇൻഡസ്ട്രി വളരെ ശക്തമാകുന്നതോടൊപ്പം തന്നെ, അല്ലെങ്കിൽ ബിറ്റ് കോയിന് ശേഷം വന്ന 1500 ലിസ്റ്റഡ് കോയിനുകളെല്ലാം വ്യാപകമായി നിലനിൽക്കുമ്പോൾ തന്നെ ഇന്ത്യയിൽ ഇത് മാർക്കറ്റ് ചെയ്യാനും ഇത് മാർക്കറ്റ് ചെയ്ത് പണം ഉണ്ടാക്കാനും, അതേപോലെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ വളരെ സജീവമായിട്ടുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലേക്ക് ഇതൊരു പ്രൊഡക്റ്റായി വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുമ്പോൾ ധാരാളം പണം സമ്പാദിക്കാൻ ഒരു വേദിയായിട്ട് പല കമ്പനികളും ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ നമുക്കൊരു വിശ്വാസയോഗ്യമായിട്ട് എടുക്കാം? ഇത് നമുക്കിത് ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് സാറിന് അതിലൊരു പൂർണ്ണരൂപം കൊടുക്കാൻ കഴിയുന്നുണ്ടോ? വളരെ പ്രോബ്ലംസ് നിലനിൽക്കുന്ന ഒരു ചോദ്യമാണ് താങ്കൾ ഇപ്പോൾ എന്നോട് ചോദിച്ചത്. ഇത്ര നേരവും താങ്കൾ എന്നോട് ചോദിച്ച ചോദ്യം എനിക്ക് ആൻസർ ചെയ്യാൻ, എൻ്റെ അറിവിൻ്റെ പരിധി വെച്ച് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ഈ ചോദ്യം അങ്ങനെയല്ല, അല്പം കൂടെ ഗഹനമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. 1800-കളിലാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഡിസ്ട്രിബ്യൂഷൻ, ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി, ഇങ്ങനെയൊക്കെ പല പേരുകളിൽ വിളിക്കപ്പെടുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ലോകത്തിൽ ഉടലെടുത്തു. അത് എനിക്ക് തോന്നുന്നു ആംവേ എന്ന് പറയുന്ന കമ്പനി, റിച്ച് ഡിവോസ് ആൻഡ് ജയ്വാൻ ആൻഡൽ എന്ന് പറയുന്ന 2 സുഹൃത്തുക്കൾ ഒരുമിച്ച് ചേർന്ന് ഒരിക്കൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ബിസിനസ് സംരംഭം, ബിസിനസ് രീതിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അതിനുശേഷം ഇന്ന് ലോകത്തിൽ പല വികസിത രാജ്യങ്ങളിലും വികസ്വര രാജ്യങ്ങളിലും ഇന്ന് നെറ്റ്വർക്ക് ഒരു പ്രൊഫഷനായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പരിധി ഇന്ത്യയിലും ഇന്ന് ഇതിനെ ഒരു പ്രൊഫഷനായിട്ട് കരുതിയിരിക്കുന്നു. അതിൽ ഏറ്റവും മെയിനായിട്ട് നമുക്ക് പറയേണ്ട, അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും, നമ്മൾ രണ്ടുപേരും മലയാളീസാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇന്ന് ഇന്ത്യ പോലെ ലോകത്തിൽ ജനസംഖ്യയിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന APJ അബ്ദുൽ കലാമിനെ പോലെ മഹത്തായ വിഷനുള്ള ആ മഹാത്മാവിന്റെ സ്വപ്നങ്ങളെ നെഞ്ചേറ്റി നടക്കുന്ന ഒത്തിരിയേറെ വ്യക്തികൾ നിൽക്കുന്ന ഒരു മേഖലയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഇനി ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ, ഇതിൽ ശരിയുണ്ട്, ഇതിൽ തെറ്റുമുണ്ട്, രണ്ടും. ഇത് റെഗുലേഷൻ നടത്തേണ്ടത് അത് ഒരു ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. നമ്മുടെ സമൂഹത്തിലുള്ള ജനത്തിന്റെ സ്വത്തിനും അവന്റെ ജീവനും എല്ലാത്തിനും സംരക്ഷണം കൊടുക്കുവാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു ഗവൺമെന്റ് നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എപ്പോഴും ക്രോസ് വാച്ചിങ് നടക്കുന്നുണ്ട്. അതിനകത്തേക്ക് ഇത്തരം ഒരു ഇൻഡസ്ട്രി കടന്നു വരുമ്പോൾ അത് നല്ലതാണ് എന്ന് ഞാനിപ്പോൾ പറഞ്ഞാൽ, ജിന മാത്യു ക്രിപ്റ്റോ കറൻസി ഇൻഡസ്ട്രിക്ക് അകത്തുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗുകളെല്ലാം നല്ലതാണ് എന്ന് പറഞ്ഞു എന്ന് നാളെ ഒരു ചോദ്യം, ഒരു മെസ്സേജ് വരും. ഞാൻ അതിന് ഇഷ്ടപ്പെടുന്നില്ല. ഇനി നല്ലതല്ല എന്ന് ഞാൻ പറഞ്ഞാൽ, ഇതിൽ നല്ലത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് തടസ്സം നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറും. ഞാൻ ഇത് രണ്ടിനും ഒപ്പം നിൽക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം,
സാർ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ ഞാനൊരു കുറച്ച് പോയിന്റ് സാറിനോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന വികസിത രാജ്യങ്ങൾ, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ജനങ്ങളുടെ പ്രൊഫഷനാണ്. അതെ, ഇന്ത്യയിൽ ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന പ്രൊഫഷനിൽ നിൽക്കുന്ന പല വ്യക്തികൾ അവർ ജീവിക്കാൻ വേണ്ടി പണിയെടുക്കണം. സാർ, ഞാൻ പല കോൺസെപ്റ്റുകൾക്കും പല കമ്പനികൾക്കും ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് പല വ്യക്തികൾ പല കമ്പനിയുടെയും മാർക്കറ്റിംഗ് പ്ലാൻ എടുത്ത് ക്രോസ് വാച്ച് ചെയ്യാറുണ്ട്. ക്രോസ് വാച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇന്നേ വരെ ഒരു പ്ലാൻ പോലും ഫെയിലിയർ ആകാനുള്ള സാധ്യതകൾ പോലും പ്ലാനിനകത്ത് കൊടുത്തിട്ടില്ല. ഒരു കമ്പനിയുടെ പ്ലാനിനകത്ത്, ഈവൻ ഇഫ് ഇറ്റ് ഈസ് പ്രൊഡക്റ്റ് ബേസ്ഡ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവട്ടെ, ഞാൻ ഒരു പ്ലാനിനകത്ത് പോലും ഒരു ഫെയിലിയർ പോസിബിലിറ്റി ഞാൻ കണ്ടിട്ടില്ല. എല്ലാ പ്ലാനിനകത്തും ഒരു വിന്നിങ് ചാൻസ്, അത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതായത് ഒരു കരോഡ്പതിയായിട്ട് മാറാനുള്ള പോസിബിലിറ്റീസ് മാത്രമേ ഇതിനകത്ത് ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ സാർ, നമ്മൾ മനസ്സിലാക്കേണ്ടത് PV നരസിംഹറാവുവിന്റെ കാലഘട്ടത്തിൽ ഗ്ലോബലൈസേഷന്റെ സമയത്ത് വിദേശ കുത്തക കമ്പനികളെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചതിന്റെ കൂടെ കടന്നു വന്ന ഒരു ഇൻഡസ്ട്രിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇൻ ഇന്ത്യ. പക്ഷെ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഇന്ത്യയിൽ ഇത് ഇത്രമാത്രം അധപ്പതിച്ച പേരായി മാറിപ്പോകാൻ കാരണം, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്ന സാറിന് ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് വിശ്വസിക്കുന്നു. അധപ്പതിച്ച പേരായി മാറിപ്പോകാനുള്ള കാരണം ഇതിനകത്തുള്ള കള്ളനാണയങ്ങളാണ്. കള്ളനാണയങ്ങൾ, അത്തരം കള്ളനാണയങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ട് എനിക്ക് ആത്മാർത്ഥമായിട്ട് എനിക്കിതിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. ഇനി ക്രിപ്റ്റോ കറൻസി ഇൻഡസ്ട്രിയിൽ ജനങ്ങൾ കടന്നു വന്നിട്ട് ഇതിനെ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് എങ്കിൽ, പ്ലഗ് ഇൻ ചെയ്യുന്നുണ്ട് എങ്കിൽ, ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. എന്തുകൊണ്ട്? അത് ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്റർമീഡിയേറ്റേഴ്സിനെ ഒഴിവാക്കിക്കൊണ്ട് പബ്ലിക്കിലേക്ക് ഡയറക്റ്റ് പ്രൊഡക്റ്റ് ഓർ കോൺസെപ്റ്റ് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ദൗത്യമാണ് നെറ്റ്വർക്കിന്റെ പ്രത്യേകത. ഇതാണ് ബൗദ്ധികമായ ഒരുതരം വിപണന രീതിയാണ്. വിതൗട്ട് ഇൻവെസ്റ്റ്മെന്റ്, വിതൗട്ട് റിസ്ക്, വിതൗട്ട് ടൈം, അല്ലേ? അങ്ങനെ കുറെ ലിബറേഷൻസ് നമുക്കുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ഇൻഡസ്ട്രിയുടെ ആ പ്ലാറ്റ്ഫോമിലേക്ക് ക്രിപ്റ്റോ കറൻസി കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ ലോക ജനസംഖ്യയുടെ 2ാമത് റാങ്കിൽ നിൽക്കുന്ന ഇന്ത്യ പോലുള്ള മഹാരാജ്യത്ത്, വികസ്വര രാഷ്ട്രത്തിൽ നിന്ന് വികസിത രാഷ്ട്രത്തിലേക്ക് അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തിൽ ഇന്ന് എങ്ങനെയും എൻ്റെ ലിവിങ് സ്റ്റാൻഡേർഡ് മാറ്റിയെടുത്ത് ഞാൻ എൻ്റെ സമൂഹത്തിനും എൻ്റെ രാജ്യത്തിനും അഭിമാനിക്കുവാനുള്ള ഒരു ഓർമ്മയായി മാറണമെന്ന് ആഗ്രഹിക്കുന്ന യുവതലമുറയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇവിടെ ഈ ഇൻഡസ്ട്രി ത്രൂ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഈ രാജ്യത്തിലെ പുതുതലമുറയുടെ കയ്യിലേക്ക് കിട്ടിയാൽ കാട്ടുതീ പോലെ ഇത് പടരും. ഈ ഇൻഫർമേഷൻ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ സ്പ്രെഡ് ചെയ്യുവാൻ കാട്ടുതീ പോലെ എത്തും. ഇത് ഞാൻ പറയാനുള്ള കാരണം, സർ, ഷെയർ മാർക്കറ്റ് നമ്മുടെ ഇന്ത്യയിലുണ്ടല്ലേ? ബോംബെയിലാണ് അതിന്റെ ആസ്ഥാനം തന്നെ. ഇതിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് വർഷങ്ങളായില്ലേ സാർ? തീർച്ചയായിട്ടും ഒരുപാട് വർഷം. സാറിന്റെ ഗ്രാമത്തിൽ എത്ര പേര് ഷെയർ മാർക്കറ്റിൽ ഗെയിം ചെയ്യുന്നുണ്ട് സാർ? വളരെ വളരെ റയർ. എത്ര പേര് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്? തന്നെ പറയാം. ഇത്രയധികം വർഷമായിട്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളുടെ ഷെയറുകൾ ഓപ്പൺ മാർക്കറ്റിൽ വെച്ച് വിൽക്കുന്നുണ്ട്. ഓരോ ദിവസവും ഇതിന്റെ അപ്ഡേഷൻസ് നമ്മൾ കാണിക്കുന്നുണ്ട്. ഇതിന്റെ ഗ്രോത്തും ഡീഗ്രോത്തും, ഒരു ഷെയർ എവിടെ പോയി, താഴേക്ക് പോകുന്നോ, മുകളിലേക്ക് പോയോ, എത്ര ശതമാനം ലാഭം കിട്ടി, എവറി ഇൻഫർമേഷൻസ് ആർ ദെയർ. അതിന് സെൻട്രൽ ഗവൺമെന്റ് റെഗുലേഷനും കൂടെ ഉണ്ട്. എന്നിട്ടും ഇത് വ്യാപകമായിട്ടില്ല. ബട്ട് ഇന്ന് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന വാക്ക് സാറിന്റെ വില്ലേജിൽ പോയി പറഞ്ഞാൽ ജനങ്ങൾ അതിനകത്തുനിന്ന് ഒരു 10% ആളുകളെങ്കിലും സാറിനോട് ചോദിക്കും, ബിറ്റ്കോയിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു പോസിറ്റീവ് റെസ്പോൺസ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്തത് ഇതിന്റെ പ്ലാറ്റ്ഫോം നെറ്റ്വർക്ക് ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ സാർ എന്നോട് ചോദിച്ച ചോദ്യം അല്പം കൂടെ ഡീപ്പാണ്. ഇതിനെന്ത് സെക്യൂരിറ്റി? സാർ, ആദ്യമേ ഞാനൊരു കാര്യം പറയാം. പല സാധനങ്ങൾക്കും
ഇന്ന് ഡ്യൂപ്ലിക്കേറ്റുകൾ ഇറങ്ങുന്ന ഏറ്റവും കൂടുതൽ ഡ്യൂപ്ലിക്കേറ്റുകൾ ഇറങ്ങുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അത് നമ്മുടെ രാജ്യത്തെ കുറച്ച് പറയുന്നതല്ല, അത് നമ്മുടെ ആവശ്യം കുറെ ജനങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാവാം. അത് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇവിടെ ഇഫ് യു ആർ ഇൻവെസ്റ്റിംഗ് യുവർ മണി ഇൻ ക്രിപ്റ്റോ കറൻസി, ഇത് ഗ്രോ ചെയ്യാനും താഴേക്ക് പോകാനും സാധ്യതകളുണ്ട്. There is risk. സാർ ഞാൻ വേറൊരു ഇൻവെസ്റ്റ്മെന്റ് ചോദിക്കട്ടെ. ലാൻഡ് ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലേ? അതിനകത്ത് സാർ റിസ്ക് കാണുന്നുണ്ടോ? അല്ല, എന്നാലും ആളുകൾ ലാൻഡിൽ പോയി വാങ്ങുന്ന സമയത്ത് നമ്മൾ ടെൻഷൻ അടിക്കാറില്ല. ഞാൻ ചോദിക്കട്ടെ സാർ, ഇടുക്കി അതുപോലെ വയനാട് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ സ്വർണത്തിന് പൊന്നും വില കൊടുത്ത് വാങ്ങിയിരുന്ന ആളുകൾ കസ്തൂരി രംഗൻ എന്ന് പറയുന്ന ഒരു മാരകമായ ഒരു ഇൻഫർമേഷൻ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നപ്പോ ലക്ഷങ്ങൾ വിലയുണ്ടായിരുന്ന ഭൂമിയുടെ വില എവിടെ പോയി സാർ? ഒന്നുമല്ലാതെ മാറിപ്പോലെ. പലപ്പോഴും ഗോൾഡിന്റെ വില താഴേക്ക് പോകാൻ ഒത്തിരി. ഞാൻ പറയുന്നത് ഇത് ലോകത്തിൽ ഒന്നിനും നമുക്ക് ഈ സെക്യൂരിറ്റി നമുക്ക് അഷ്വർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഇവിടെ ക്രിപ്റ്റോ കറൻസി ഇൻഡസ്ട്രിയിൽ ലിസ്റ്റഡ് കോയിനകത്ത് താങ്കൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗ്രോത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ ഗ്രോത്ത് താങ്കൾക്ക് അനുഭവിക്കാൻ താങ്കൾക്ക് അവകാശമുണ്ട്. താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് അനുഭവിക്കാൻ താങ്കൾ ബാധ്യസ്ഥനുമാണ്. ഇതാണ് സെക്യൂരിറ്റി. ഇനി ഇതിനെ ചെയ്യുന്ന കുറെ കമ്പനികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇത് ഞാൻ കേൾക്കാറുണ്ട്. ഞാൻ പല സ്ഥലത്തും പല കമ്പനി ആളുകളും എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. സാർ ട്രെയിനിങ് എടുക്കണം. ഞാൻ അവരോട് പറയാൻ ഒറ്റ വാക്കേ ഉള്ളൂ, ക്രിപ്റ്റോ കറൻസി ഇൻഡസ്ട്രിയെ കുറിച്ച് ഞാൻ ട്രെയിനിങ് എടുക്കാം, ബിറ്റ്കോയിനെ കുറിച്ച് ഞാൻ ട്രെയിനിങ് എടുക്കാം. ഐ വിൽ നോട്ട് ടോക്ക് അബൌട്ട് യുവർ കമ്പനി, ഐ വിൽ നോട്ട് പ്രൊമോട്ട് യുവർ കമ്പനി, ഐ വിൽ ടോക്ക് അബൌട്ട് ക്രിപ്റ്റോ കറൻസി ഇൻഡസ്ട്രി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ക്രിപ്റ്റോ കറൻസി ഇൻഡസ്ട്രി ഇന്ന് ഈ ലോകത്തിന്റെ ആവശ്യമാണ്. ഈ ലോകത്തിന്റെ ആവശ്യമാണ്. അത് അത്രമാത്രം പ്രാധാന്യമുള്ള ഇൻഡസ്ട്രി ആയതുകൊണ്ട് ഞാൻ എനിക്ക് സംസാരിക്കും. അത് ചർച്ച ചെയ്യുന്നു, പറഞ്ഞു കൊടുക്കുന്നു, അഭിമാനം. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. പക്ഷെ എന്റെ വാക്കുകളെ പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. ജുനോ മാത്യു ആ കമ്പനിക്ക് വേണ്ടി സംസാരിച്ചു. ആ കമ്പനി അത് തെറ്റാണ്. അത് താങ്കൾ മനസ്സിലാക്കണം. എനിക്ക് തോന്നുന്നു താങ്കൾ എന്റെ ഇതിനു മുമ്പ് അറ്റൻഡ് ചെയ്ത ട്രെയിനിങ്ങുകളൊക്കെയും ഞാൻ ഇൻഡസ്ട്രിയെ കുറിച്ച് ഞാൻ പറയാറുള്ളൂ. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ചില കമ്പനികൾ ഇതെടുത്തിട്ട് ഞങ്ങൾ ട്രേഡ് ചെയ്ത് റിട്ടേൺ കൊടുക്കാമെന്ന് പറയുന്നു. കുറെ കാലം കഴിയുമ്പോൾ കമ്പനി ഇല്ലാതാകുന്നു. ചിലപ്പോൾ അത് സർവൈവ് ചെയ്യുന്നുണ്ടാകാം. ബട്ട് വാട്ട് എവർ ഇറ്റ് മേ ബി ഡിയർ ഫ്രണ്ട്, ഇത് ഒരു ക്രിപ്റ്റോ കറൻസി, ഇതൊരു ഇൻഡസ്ട്രിയാണ്, ഇത് ഫ്യൂച്ചറിസ്റ്റിക് കറൻസിയാണ്. താങ്കൾക്ക് പർച്ചേസ് ചെയ്യാം. ഇനി ലോകത്തിൽ പല സ്ഥലത്തും ഇത് ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇന്ത്യയിൽ തന്നെ താങ്കൾക്ക് കുറച്ച് കോയിനുകൾ വാങ്ങാനും പല കോയിനുകളിലേക്ക് മാറ്റിയെടുക്കാനും അത് ട്രേഡ് ചെയ്യാനും അതിൽ കിട്ടുന്ന ഗ്രോത്തിന് ലാഭം എടുക്കാൻ നഷ്ടം വന്ന് സഹിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇന്ത്യക്ക് പുറത്ത് പല വിദേശ രാജ്യങ്ങളിൽ ഇപ്പൊ നമുക്ക് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ഈ 1500 കോയിനുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ താങ്കൾ കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എടുത്ത് നോക്കിയാൽ ഏകദേശം ഒരു 100% മുകളിൽ ഗ്രോത്ത് കാണിക്കുന്ന ഒരു 200 കോയിൻസ് ഉണ്ടാവും. അപ്പൊ ഈ കോയിൻസുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്ത് ഞാൻ ചിന്തിക്കാറുണ്ട്. എന്നെ കൊണ്ട് സാഹചര്യം ഞാൻ മേടിച്ചായിരുന്നു. രാവിലെ ഒരു 10,000 രൂപ കോയിൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ 100% ഗ്രോത്ത് മീൻസ് എനിക്ക് 20,000 കൈ കിട്ടുക. രസമോ? അങ്ങനെ ഗ്രോത്ത് കാണിക്കുന്ന കോയിൻസ് വാങ്ങാൻ പറ്റുമായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഇന്ത്യയിൽ വാങ്ങാൻ പറ്റില്ല. അങ്ങനെ പറ്റുന്ന പല രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളെ ബേസ് ചെയ്തിട്ട് ട്രേഡിംഗ് നടത്തുന്ന കുറെ കമ്പനികളുണ്ട്. ഇതിൽ ഏത് കമ്പനി നല്ലത് ഏത് കമ്പനി മോശം എന്ന് ചോദിച്ചാൽ പറഞ്ഞു തരാൻ എനിക്കറിയില്ല. അതെനിക്കറിയില്ല. അത് മനസ്സിലാക്കാൻ നിങ്ങൾ കമ്പനിയുടെ ഗ്രാഫ് പരിശോധിക്കുക, അവരുടെ മാർക്കറ്റിംഗ് പ്ലാൻ പരിശോധിക്കുക, ഇതിനകത്ത് റിട്ടേൺ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് താങ്കൾ പഠിക്കുക. ഇത് റിസ്ക് താങ്കളുടെ മാത്രമാണ്. കാരണം ഇതിനകത്ത് ആരെങ്കിലും വന്നിട്ട് ഇതിനകത്ത് 100% ഗ്യാരണ്ടീഡാണ്, താങ്കൾ ഇട്ടു ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും താങ്കളോട് സംസാരിച്ചാൽ ആദ്യമേ മനസ്സിലാക്കുക അവൻ ഒരു കള്ളനാണ്. ഞാൻ എടുത്തു പറയുന്നത് അദ്ദേഹം ഒരു കള്ളനാണ്. കാരണം താങ്കളുടെ പോക്കറ്റിലിരിക്കുന്ന പണം എങ്ങനെയും എന്റെ പോക്കറ്റിലേക്ക് ആക്കണമെന്നുള്ള ഒരാഗ്രഹം കൊണ്ടാണ് താങ്കളുടെ അടുത്ത് അദ്ദേഹം സെക്യൂരിറ്റി പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് അത്രമാത്രം സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിൽ ഐഡി അടിച്ചാൽ പോലെ താങ്കൾ വിളിക്കേണ്ട കാര്യമുള്ളൂ. ഞാൻ ചോദിക്കുന്ന ചോദ്യമല്ലേ. ഞാൻ പറയുന്നത് ഇതിനകത്ത് ഇത് ഇന്നതാണ് ക്രിപ്റ്റോ കറൻസി. ഇതിനകത്ത് ഇത്രമാത്രം റിസ്ക് ഉണ്ട്. ഇതിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതൊരു രാജ്യത്തിന്റെ കൺട്രോളിന് അപ്പുറത്തേക്ക് ഇതൊരു ലോകത്തിന്റെ പ്രൊഡക്റ്റ് ആണ്. ഇതിനകത്ത് താങ്കൾക്ക് റിസ്ക് ഉണ്ട്, തിരിച്ചു കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 2009 തുടങ്ങി ഇപ്പൊ 4 രൂപയാണെങ്കിൽ ഇപ്പൊ ഏകദേശം 6-7 ലക്ഷം രൂപയോളം വന്നിട്ടുണ്ട്. പക്ഷെ 14 ലക്ഷത്തിൽ ഇരുന്ന സാധനം 2.5 ലക്ഷത്തിലേക്ക് വന്നായിരുന്നു. ഈ ഗ്രോത്തും ഡീ ഗ്രോത്ത് എല്ലാം പറഞ്ഞതിന് ശേഷം സാർ ഇതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് സാറിന് താല്പര്യം ഉണ്ടെങ്കിൽ
ചെയ്യാം. ഇനി അതിനകത്ത് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ട്രേഡ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. അതിനകത്ത് റിസ്ക് ഉണ്ട്, റിസ്ക് താങ്കൾ ഏറ്റെടുക്കേണ്ടതാണ്. വേണമെങ്കിൽ ചെയ്തുകൊള്ളൂ, ഞാൻ ഇത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് ആരെങ്കിലും താങ്കളോട് പറയുന്നുണ്ട് എങ്കിൽ ആ വാക്കുകളെ വേണമെങ്കിൽ മുഖവിലേക്കെടുക്കാം, ചെയ്യണമെന്ന് ഞാൻ പറയില്ല. റിസ്ക് അത് താങ്കളുടെ മാത്രമാണ്. ദർ ഇസ് നോ സെക്യൂരിറ്റി. എന്തുകൊണ്ട് സെക്യൂരിറ്റി ഇല്ല എന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ സെക്യൂരിറ്റി ഇല്ലാത്തത് ഇന്ത്യ ഗവൺമെന്റ് ഇതിനെ ഒരു റെഗുലേഷനിലേക്ക് കൊണ്ടുവരികയും ഇന്ത്യയുടെ നിയമത്തിന്റെ പരിധി ഇതിനെ ആക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് പറയാം ഇന്ന മേഖല ഇത് സെക്യൂർ ആണ് എന്ന് പറയാം. അല്ലാതെ എന്റെ രാജ്യം സെക്യൂരിറ്റി അഷൂർ ചെയ്യാത്ത ഒരു കാര്യത്തിൽ ഞാൻ എങ്ങനെ സെക്യൂരിറ്റി പറയും? പ്രിയ സുഹൃത്തെ, താങ്കളും അത് പറയരുത് എന്ന് ഞാൻ താങ്കളോട് കർശനമായി ഞാൻ വിനീതമായി ഞാൻ അതിനേക്കാൾ അവരുമായിട്ട് ഞാൻ താങ്കളോട് സജസ്റ്റ് ചെയ്യുകയാണ്. അത് ഒരിക്കലും ചെയ്യരുത്. പക്ഷെ താങ്കൾ കിട്ടിയ ഇൻഫർമേഷൻ മറ്റൊരാൾക്ക് കൊടുക്കാതെയും ഇരിക്കരുത്. തീർച്ചയായിട്ടും ഇൻഫർമേഷൻ താങ്കൾ കൊടുക്കണം. ഇതൊരു സെക്യൂർ ആയിട്ട് പിന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ആളെ ചേർത്ത് പോകുക, ഇതൊക്കെ ഇന്ത്യ ഗവൺമെന്റിന്റെ മണി സർക്കുലേഷൻ ബാനിങ് ആക്ട് എന്ന് പറയുന്ന ആക്ടിന് വിരുദ്ധമാണ്. അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഗവൺമെന്റ് അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി ഗവൺമെന്റ് ആ സിസ്റ്റം തിരുത്തിയാൽ അന്ന് നമുക്ക് ചെയ്യാം. അതുവരെ താങ്കൾക്ക് പറയാം ട്രേഡിംഗ് ഓപ്ഷൻ ഉണ്ട്, ഞാൻ ചെയ്യുന്നുണ്ട് ട്രേഡിംഗ്, അതിന് എനിക്ക് വരുമാനം കിട്ടുന്നുണ്ട്, ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്, താങ്കൾക്ക് വേണമെങ്കിൽ ചെയ്യാമെന്ന് പറയുന്നത് അതൊരു തെറ്റായിട്ട് ഞാൻ കരുതുന്നു. അത്രമാത്രം കരുതുക. എനിവേ, ഇത്തരം പ്രൊമോഷൻസ് ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ പ്രിയ സുഹൃത്തുക്കളെ, ലോകത്തിൽ പല കമ്പനികളും വന്നിട്ട് നമ്മളോട് ഇത് ക്രിപ്റ്റോ കറൻസിയാണ്, ഇത് ബിറ്റ് കോയിൻ ആണ്, ഇത് ആ കോയിനാണ്, ഈ കോയിനാണ്, ഇതിന് ഇട്ട് കഴിഞ്ഞാൽ ഇത്രമാത്രം റിട്ടേൺ നിങ്ങൾക്ക് കിട്ടും, 2 പേരെ ചേർത്ത കാശ് കിട്ടും, 10 പേരെ ചേർത്ത കാശ് കിട്ടും, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടൊരു ഒരു പ്രൊമോഷൻ ലെവലിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ട് എങ്കിൽ ആദ്യമേ തിരിച്ചറിയുക, ഇങ്ങനെയുള്ള സിസ്റ്റംസ് ഒന്നും അല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് ക്രിപ്റ്റോ കറൻസി ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിക്കുക, കോയിനെ കുറിച്ച് പഠിക്കുക, അതിന്റെ ഗ്രോത്തിനെ കുറിച്ച് പഠിക്കുക, ലോകത്തിൽ എത്രമാത്രം എത്രമാത്രം രാജ്യങ്ങൾ ഇതിനെ അംഗീകരിച്ചിട്ടുണ്ടെന്ന് പഠിക്കുക, ലോകത്ത് എത്ര രാജ്യത്തിന് ATM ഉണ്ടെന്ന് പഠിക്കുക. അങ്ങനെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയിട്ട് അതിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾ ഒരിക്കലും, പ്രിയ സുഹൃത്ത്, ഒരു വാക്കുകൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളും കാണിക്കുന്നത് അവർക്ക് കിട്ടുന്ന വരുമാനം കാണിച്ച് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത്, താങ്കൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, താങ്കൾക്ക് എന്തെങ്കിലും വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ ഈ വരുമാനം കാണിച്ച് മറ്റൊരാളെ താങ്കൾ മോട്ടിവേറ്റ് ചെയ്യരുത്. അത് തെറ്റാണ്. എന്തുകൊണ്ടെന്നാൽ താങ്കൾക്ക് കിട്ടിയ പണം മറ്റൊരാൾക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല. സ്വർണ്ണോ, താങ്കൾക്ക് പറയാവുന്ന ഒരു കാര്യമുണ്ട്, ഞാനിത് ചെയ്യുന്നുണ്ട്. എന്ത്? നെറ്റ്വർക്ക് അല്ല, ഐ ആം നോട്ട് പ്രൊമോട്ടിംഗ് നെറ്റ്വർക്ക്. ഞാൻ കോയിൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, പല കോയിൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്, റിട്ടേൺ കിട്ടുന്നുണ്ട്, ഇത് ഞാൻ ചെയ്യുന്നുണ്ട്. ഇത് താങ്കൾക്ക് പറയാം, ഇത് എന്റെ കൂടെ ചെയ്യണമെന്ന്. നോ നോ നോ. പക്ഷെ ഇൻഫർമേഷൻ നമുക്ക് പറഞ്ഞു കൊടുക്കാം. സ്വർണം, അത് സ്വർണം വാങ്ങാൻ പ്രേരിപ്പിക്കുന്നത് പോലെ, സ്ഥലം വാങ്ങാൻ പ്രേരിപ്പിക്കുന്നത് പോലെ, ഒരു കച്ചവടം തുടങ്ങാൻ പ്രേരിപ്പിക്കുന്നത് പോലെ, ഒരു ബാങ്കിൽ അക്കൗണ്ട് എടുക്കാൻ പ്രേരിപ്പിക്കുന്നത് പോലെ, ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കാൻ പ്രേരിപ്പിക്കുന്നത് പോലെ, പുതിയൊരു വണ്ടി വാങ്ങാൻ പ്രേരിപ്പിക്കുന്നത് പോലെ, മക്കളെ വിദ്യാഭ്യാസത്തിന് പ്രേരിപ്പിക്കുന്നത് പോലെ, ആ രീതിയിലായിരിക്കണം താങ്കളുടെ പ്രൊമോഷൻ. അങ്ങനെ ആവട്ടെ, ഞാൻ വിശ്വസിക്കുന്നു. വിദൂരമല്ലാത്ത ഭാവിയിൽ ഇന്ത്യയിൽ ക്രിപ്റ്റോ കറൻസി പടർന്ന് പന്തലിക്കും. നമ്മുടെ മഹാനായ ഡോക്ടർ APJ അബ്ദുൽ കലാം നമ്മുടെ ഉള്ളിലേക്ക് പകർന്നു എന്ന സ്വപ്നം, 2020 ഇന്ത്യ ഒരു ഡെവലപ്ഡ് കൺട്രിയായി മാറുമെന്നുള്ള സ്വപ്നം, ഈ സ്വപ്നം പൂർണ്ണീയുവാനായി അദ്ദേഹം തന്നെ നമ്മളോട് പറഞ്ഞൊരു വാക്കുണ്ട്. എങ്ങനെ സാധിക്കും? പെർ ക്യാപിറ്റൽ ഇൻകത്തിൽ വർധനമുണ്ടാകുമ്പോൾ, ആളോഹരി വരുമാനത്തിൽ വർധനമുണ്ടാകുമ്പോൾ ഇന്ത്യ ഒരു ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറും. പ്രിയ സുഹൃത്തെ, ഇന്ത്യ ഒരു ഡെവലപ്ഡ് കൺട്രി ആയി മാറിയിട്ടുണ്ട് എങ്കിൽ ലോക ജനസംഖ്യയിലെ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യമാണ്. ഇതൊരു ഡെവലപ്ഡ് കൺട്രി ആയി മാറിയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ സംസ്കാരം, നമ്മുടെ യുവത്വം, കുടുംബം ഉപേക്ഷിച്ച്, വീട് ഉപേക്ഷിച്ച്, മക്കളെ ഉപേക്ഷിച്ച്, ഭാര്യ ഉപേക്ഷിച്ച് ഒരു തലമുറയ്ക്ക് സർവൈവ് ചെയ്യേണ്ടതിനായി വിദേശ രാജ്യങ്ങളിൽ പോയി പൊരി വെയിലത്ത് പണിയെടുക്കുന്ന നമ്മുടെ കുറേ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിൽ നട്ടല്ലായിട്ടുള്ള NRIs, അവർക്ക് നല്ല സ്വന്തം നാട്ടിൽ വന്ന് കുടുംബത്തോടൊപ്പം ജീവിക്കാനുള്ള ശോഭനമായ ഭാവി ഉണ്ടാകും. എൻ്റെ തലമുറ നല്ല സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങും. അതിനൊരു കാരണമായിട്ട് വിദൂരമല്ലാത്ത ഭാവിയിൽ ഈ ക്രിപ്റ്റോ കറൻസിയും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സർ.